സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഈഗോ ഇല്ലാതാക്കലാണ്. അതായത് നമ്മളെ നമ്മുടെ ഓതൻറ്റിക് സെൽഫിലേക്ക് അടുപ്പിക്കുകയാണ് സ്പിരിച്വൽ അവേക്കണിങ്. ഓതൻറ്റിക് സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം, നമ്മുടെ നേച്ചറിൻ്റെ ഫോം. അതായത് നേച്ചറിന് ഈഗോ ഇല്ല. ഓക്കെ, ദി ജസ്റ്റ് എക്സിസ്റ്റ്. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി എക്സിസ്റ്റ് ആവുന്നുണ്ട്. പക്ഷെ മനുഷ്യർ അങ്ങനെയാണോ? അല്ല. സോ സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ നമ്മൾക്ക് നമ്മുടെ പവർ ഡിവൈൻ നമുക്ക് കാണിച്ചു തരും. അറ്റ് ദ സെയിം ടൈം വന്നിട്ട് നമ്മളുടെ ഈഗോനെ വന്നിട്ട് നശിപ്പിക്കുകയും ചെയ്യും. പവർ എന്ന് പറയുമ്പോൾ നമ്മൾ 3D വേൾഡിലാണെങ്കിൽ പോലും നമുക്ക് 5D ഡയമെൻഷൻ്റെ പീസ്ഫുൾനെസ് നമ്മളിലേക്ക് വരും. അതുമാത്രമല്ല, നമുക്ക് നമ്മളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏതൊരുവന് സ്വന്തം മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നോ അവർക്ക് വന്നിട്ട് ഒരു കിങ് ഓഫ് ദ വേൾഡ് ഫീലിംഗ് ആയിരിക്കും കിട്ടുക. പക്ഷേ എഗെയിൻ സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്നത് ഒരു ജേർണിയാണ്, ഒരു പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈഗോനെ ഇല്ലാതാക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിപ്പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ അഹങ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും 3D വേൾഡിലേക്ക് എടുത്തെറിയപ്പെടും. സോ ആദ്യത്തെ അവേക്കണിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. രണ്ടാമത്തെ അവേക്കണിങ് എന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുകയാണ്. കാരണം 5D ഡയമെൻഷൻ്റെ പീസ്ഫുൾനെസ് കണ്ട ഒരാൾക്ക് 3D വേൾഡിൻ്റെ പ്രശ്നങ്ങളും 3D വേൾഡിൻ്റെ എനർജി അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. സോ നിങ്ങൾ അവേക്കണിങ് ആയി എന്ന് പറഞ്ഞാൽ അതല്ല എൻഡ് ഓഫ് ദ റോഡ്. നിങ്ങൾ വീണ്ടും 3D വേൾഡിലേക്ക് വരും, വീണ്ടും 5Dയിലേക്ക് പോകും. സോ നിങ്ങൾക്ക് ആ ഒരു ഏറ്റവും ഇറക്കവും ഉണ്ടാവും. ഇനി എന്തുകൊണ്ട് 3D വേൾഡിലേക്ക് വീഴുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈഗോ വരും. കാരണം നമ്മൾ 24 മണിക്കൂറും ഡീൽ ചെയ്യുന്നത് 3D വേൾഡിലുള്ള ആൾക്കാരുമായും അല്ലെങ്കിൽ അവരുടെ എനർജിയുമായുമാണ്, അല്ലേ? സോ നമ്മൾ 3D വേൾഡിലേക്ക് വീഴാനുള്ള ചാൻസസ് ഭയങ്കര അധികമാണ്. നമ്മളെപ്പോഴും സ്പിരിച്വൽ വേൾഡായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ 5D ഡയമെൻഷനായിട്ട് നമ്മൾ കൂടുതൽ അടുക്കുന്നത് നമ്മളുടെ മെഡിറ്റേഷൻ ടൈമിലാണ്. സോ എപ്പോഴും നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഉണ്ടാവണം. എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് സ്പിരിച്വൽ വേൾഡായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് കിട്ടിയുള്ള നോളേജ് വെച്ചും വിസ്ഡം വെച്ചും നമുക്ക് ഈ ഒരു ജേർണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും 3D വേൾഡിൻ്റെ ഇല്യൂഷനിൽ കുടുങ്ങിപ്പോകും. എന്തുകൊണ്ട് ഇത്രത്തോളം സഫറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളെ ഡിറ്റാച്ച്മെൻറ്റ് എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. കാരണം ഡിറ്റാച്ച് ആയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഓത്തൻറ്റിക് സെൽഫിൽ, നിങ്ങളുടെ ഓൺ എനർജിയിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പലതും പഠിക്കുന്നുണ്ട്. നമ്മൾക്ക് ഈഗോ ഇല്ലാതാവും, നമുക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കും, അതേപോലെ തന്നെ എനർജി മാനിപ്പുലേറ്റ് ചെയ്യാൻ പഠിക്കും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓരോ സ്റ്റെപ്പിലും വന്നിട്ട് നമ്മളെ പ്യൂരിഫൈ ചെയ്ത് നമ്മളുടെ ഓത്തൻറ്റിക് സെൽഫിലേക്ക് കൊണ്ടുവരികയാണ് യൂണിവേഴ്സ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.